അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ വച്ചിരുന്നു ഷിരൂരിൽ നിന്നും. അരുൺ, നേരത്തെ ഈ തിരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു കളിപ്പാട്ടം അതിലുണ്ട് എന്ന കാര്യം അറിയുമ്പോൾ തന്നെ ഈ വണ്ടി കിട്ടിയാൽ ഈ കളിപ്പാട്ടം കണ്ടെത്തലൊക്കെ ഒരു വേദന ഓർമ്മയാകുമല്ലോ അല്ലെങ്കിൽ വേദനയാകുമല്ലോ അന്ന് തന്നെ അവിടെ പറഞ്ഞിരുന്ന മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ചങ്ക് പൊടിയുന്ന കാഴ്ച അരുൺ. അഷ്മി, 72 ദിവസത്തിന് ശേഷം അർജുൻ എന്തു സംഭവിച്ചു എന്ന ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി. അത് ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയോരത്ത് നിൽക്കുമ്പോൾ അത്ര ആശ്വാസത്തോടെയോ അല്ലെങ്കിൽ വേദനിക്കാതെയോ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അർജുൻ്റെ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ച ശേഷം അതിൽ ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ, അത് പാത്രങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു വസ്ത്രങ്ങൾ, അർജുൻ തന്നെ ധരിച്ചിട്ടുള്ള, അർജുൻ്റെ സഹോദരൻ ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുള്ള ആ വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഗംഗാവലി പുഴയോരത്ത് കാണാൻ സാധിക്കുന്നത്. ഒട്ടും നമുക്ക് നമ്മൾ ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതല്ല. ഈ അർജുൻ എന്തായാലും ജീവനോടെ തിരിച്ചു വരില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടതാണെങ്കിൽ പോലും ഇത്തരം കാഴ്ചകൾ ആരുടെയായാലും ഉള്ളൊലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീനാഥ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സത്യത്തിൽ ഇത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ആര് ആയാലും ഇവിടെ അർജുൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, ഇത് കണ്ടു നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു അവസാനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പോലും അത് സംഭവിക്കുന്ന ആ നിമിഷം അത് മറികടക്കുക വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. കുടുംബത്തിന് മാത്രമല്ല, അർജുന് വേണ്ടി കാത്തിരുന്ന ഒരു വലിയ ജനമുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. ഇന്നലെ അർജുന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന ഘട്ടത്തിൽ എത്രത്തോളം വേദനിച്ചോ ഏതാണ്ട് അതിന് തുല്യമായ വേദന ഇന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികം തോന്നുന്നുണ്ട്. അർജുന്റെ ഓരോ ഓർമ്മകളാണ്. ഈ പാത്രങ്ങളായിക്കോട്ടെ, അർജുന്റെ വസ്ത്രങ്ങളായിക്കോട്ടെ, വാച്ചുണ്ട്, 2 മൊബൈൽ ഫോണുണ്ട്, അങ്ങനെ ഓരോ വസ്തുക്കൾ തിരിച്ചറിഞ്ഞ് ജിതിൻ അതൊക്കെ ഏറ്റുവാങ്ങി സഹോദരൻ കൊടുക്കുന്നു, അഭിജിത്തിന് കൊടുക്കുന്നു. ആ ഒരു നിമിഷത്തിൽ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഏതായാലും ക്യാബിൻ ഇപ്പോൾ പൂർണ്ണമായി തന്നെ വെട്ടിപ്പൊളിച്ച് അതിനുള്ള വസ്തുക്കളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശിരൂരിൽ ഈ ഗംഗാവലി തീരത്ത് ഏതെങ്കിലും തരത്തിലൊരു തെരച്ചിൽ അവിടെ ബാക്കിയില്ല, അർജുനുമായി ബന്ധപ്പെട്ട് ബാക്കിയില്ല. അതേസമയം മറ്റു 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്, ലോകേഷും ജഗന്നാഥും. അവർക്ക് വേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ തീരത്ത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിക്കുന്നു. ഇനി DNA പരിശോധന ഫലം കിട്ടിയതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും വളരെ വേഗത്തിൽ തന്നെ നടക്കും. അഷ്മി, അത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉടൻ തന്നെ അർജുനെ നാട്ടിൽ, അതായത് ജന്മനാട്ടിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിക്കണം. അതിനുവേണ്ടി ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്നതാണ് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. തൊട്ട് അല്പം മുമ്പാണ് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തത്. DNA പരിശോധന അത് നിയമപരമായിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയറാണ്. അത് നാളെ തന്നെ ലഭിക്കും, ആ പരിശോധനാ ഫലം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് കർണാടക സർക്കാർ പൂർണ്ണ ചെലവ് വഹിക്കും. കർണാടക പോലീസ് ഈ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസിനെ അനുഗമിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണം, പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തീകരിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ തന്നെ അതിന്റെ ഏകോപനം ഏറ്റെടുത്താണ് നടത്തുന്നത്. ഇന്നലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇനി എത്രയും വേഗം അർജുന്റെ മൃതദേഹം ഈ കോഴിക്കോട്ടേക്ക്, ജന്മനാട്ടിലേക്ക് എത്തിക്കുക എന്ന നടപടികൾ വേഗത്തിലാക്കുക, അതുമാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അഷ്മി, FSL ലാബിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ അരുൺ? ഇപ്പോൾ ഒരു DNA പരിശോധനയ്ക്ക് അതിൻ്റെതായ നിയതമായ സമയം ഉണ്ട്, അത് കുറയ്ക്കൽ സാധ്യമല്ല എന്ന് പറയുമ്പോൾ പോലും അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊസീജിയറിൽ വളരെ പെട്ടെന്ന് അതിവേഗം ചെയ്യാൻ കഴിയുന്ന, 1 സെക്കൻഡ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്നാക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതിനൊരു കൃത്യമായ മേൽനോട്ടമുണ്ടോ നമ്മുടെ ഭാഗത്തു നിന്നും കർണാടകയുടെ ഭാഗത്തു നിന്നും അരുൺ? അഷ്മി, നേരത്തെ തന്നെ അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർജുന്റെ DNA സാമ്പിൾ കൂടി ശേഖരിച്ച് നിലവിൽ അത് മംഗളൂരുവിലെ ഈ ഫോറൻസിക് ലാബിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് ഒരു നടപടിക്രമമുണ്ട്. അതിനൊരു ആ നടപടിക്രമങ്ങൾക്കൊരു കാലതാമസമുണ്ട്. അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെയോടെ തന്നെ ആ പരിശോധനാ ഫലം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അതിൽ അപ്പുറത്തേക്ക് വൈകില്ല, മാക്സിമം നാളെ എന്നതാണ് ഈ അർജുന്റെ കുടുംബം, ഈ ജിതിൻ ഉൾപ്പെടെയുള്ളവർക്ക് അവർ നൽകിയിട്ടുള്ള വിവരവും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പരിശോധനാ ഫലം ലഭിച്ചാൽ പിന്നെ മറ്റ് നടപടിക്രമങ്ങളില്ല. ഇന്ന് തന്നെ
തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കും. ആ പരിശോധന ഈ DNA ഫലം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ഏകോപനത്തോടുകൂടി ഇടപെടുന്നുണ്ട്. അല്പസമയം മുമ്പ് SP-യും കാർവാർ MLA ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി ഈ ദൗത്യമേഖലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ജില്ലാ കളക്ടർക്ക് നേരിട്ട് അതിനുള്ള ഏകോപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ അത് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതെന്തെങ്കിലും ഒരു ആക്ഷേപത്തിന് വഴി വെക്കാതെ തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏറ്റവും വേഗത്തിൽ അത്തരം നടപടിക്രമങ്ങൾ ഇനി വൈകാതെ ഏറ്റവും വേഗത്തിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. അത്തരം നടപടികൾ അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്നും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. നേരത്തെ ശ്രീനാഥ് പറയുന്നത് പോലെ ഇന്നലെ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തോന്നിയ അതേ സങ്കടവും അതേ വേദനയും ഇന്ന് അർജുൻ്റെ പ്രിയപ്പെട്ട പുത്രനായി വാങ്ങിയ കളിപ്പാട്ടം കാണുമ്പോൾ നമുക്കൊക്കെ തോന്നുകയാണ്.